ഇല്ലില്ല, മെയിലിലേക്ക് വന്നു. പരാതിക്കാരിയുടെ അഡ്രസ്സ് ഇല്ല. എനിക്ക് മെയിലിൽ ഏത് മെയിലിൽ വന്നു ആ മെയിലിലേക്ക് ഫോർവേഡ് ചെയ്തു. DGPക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു. അല്ല, നടപടി എന്താ എടുത്തത്? യു എക്സ്പ്ലെയിൻ വാട്ട് ആക്ഷൻ വി ഹാവ് ടേക്കൺ. ഞങ്ങൾ എടുത്ത നടപടി എന്ന് പറഞ്ഞല്ലോ. എന്ത് നടപടിയാണ് എടുത്തേ? ഇല്ല, എടുത്തില്ലേ? അത് ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യും. ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ രാഹുൽ എന്ന ഒരു MLA സസ്പെൻഡ് ചെയ്ത് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി. രാഹുൽ വണ്ടിങ് ആയോട്ട് കംപ്ലീറ്റ്. ഞാനൊന്ന് പറഞ്ഞു നിർത്തോട്ടെ. ഞങ്ങൾ അദ്ദേഹത്തിനെതിരെ സംഘടനാപരമായ നടപടി സ്വീകരിച്ചു. പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി. ജനങ്ങൾ വീക്ഷിക്കുന്നുണ്ട്. ലെറ്റ് മീ കംപ്ലീറ്റ്. അതേസമയത്ത് CPM ശബരിമലയിലെ കൊള്ള കേസിലെ പ്രതികൾ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതി ജാമ്യം നിഷേധിച്ച് റിമാൻഡിൽ കിടക്കുന്ന പ്രതികളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനോ ഒരു ഷോക്കോസ് നോട്ടീസ് കൊടുക്കാനോ കഴിയുന്നില്ല. കാരണം എന്താ? അവരുടെ പേരിൽ ആക്ഷൻ എടുത്താൽ ആ കളവിലെ CPM നേതാക്കന്മാരുടെ പങ്കാളിത്തം പത്മകുമാറും വാസുവും വിളിച്ചെത്തുകൊണ്ടിരും. അതാണ് CPM നേതൃത്വത്തിന്റെ ഭയം. അതാണ് ഞങ്ങൾ അവർ തമ്മിലുള്ള വ്യത്യാസം. ഓരോ കേസിനും ശബരിമല കേസിന്റെ പ്രാധാന്യം ഒരിക്കലും കുറയ്ക്കാൻ കഴിയില്ല. ശബരിമലയിലെ പൊതുസ്വത്ത് അല്ലല്ല, ഞങ്ങൾ ഗൗരവത്തിൽ തന്നെ കാണുന്നതിന്റെ എക്സാമ്പിളാണ് ഞാൻ വിശദീകരിക്കാം. എത്ര സമയമെടുത്തും വേണേ വിശദീകരിക്കാം. എത്ര സമയമെടുത്തും വിശദീകരിക്കാം. ഒരു തിരക്കുമില്ല. ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കുന്നതിന് ഒരു തിരക്കുമില്ല. നിങ്ങളിലൂടെ പറഞ്ഞത് CPM നേതാവ് പറഞ്ഞ അന്തരീക്ഷത്തിലില്ലേ? അതേത് നേതാവാ? ഞാനിപ്പോ പേര് പറയുന്നില്ല. മുതിർന്ന നേതാവല്ലേ CPM പാർട്ടിക്ക്. എന്തായിരുന്നു TP ചന്ദ്രശേഖരൻ കേസിലെ CPMന്റെ നിലപാട്? TP ചന്ദ്രശേഖരൻ കേസിനെ 51 വെട്ടുവെട്ടി കൊലപ്പെടുത്തിയിട്ട് പാർട്ടി അന്വേഷിക്കും, പാർട്ടിക്ക് പങ്കാളിത്തമില്ലെന്നല്ലേ പറഞ്ഞു. കോടതി വിധി എന്താ പറഞ്ഞത്? TP കേസിലെ ഗൂഢാലോചന ഉൾപ്പെടെ CPM നേതൃത്വത്തിന്റെ പങ്കാളിത്തം കോടതി വിധികൾ ആവർത്തിച്ച് പറഞ്ഞപ്പോഴും CPMന്റെ നിലപാടെന്താ? പാർട്ടിക്ക് പങ്കാളിത്തമില്ലെന്നല്ലേ, പ്രതികളെല്ലാം നിരപരാധികളെന്നല്ലേ. അത് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞ് അത് ആലോചിച്ച് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ആലോചിച്ച് തന്നെ ചെയ്യും. ഇലക്ഷന്റെ പ്രചരണത്തിലല്ലേ. വ്യക്തിപരമായ കമന്റിന്റെ സമയത്ത് അത് ഞങ്ങൾ ആലോചിക്കും. AICC-യായിട്ട് ആലോചിച്ച് ചെയ്യും. അത് ആലോചിച്ച് ചെയ്യാം. ഉചിതമായ സമയത്ത് തീരുമാനമെടുക്കും. ഞാൻ അതിന്റെ പരാതിയുടെ കമന്റ് കാണുന്നില്ല. ഞാനത് കമന്റ് ഇപ്പൊ പറയുന്നില്ല. പരാതി ഞാൻ DGPക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. ഏത് പരാതിയും ഞാൻ ചോദിക്കട്ടെ, ഒരു സെക്ഷൽ അസോൾട്ട് ഓർ ഒരു അട്രോസിറ്റി ഓർ സംതിങ് ഓഫ് ദാറ്റ് സോർട്ട്, അപ്പോൾ നമ്മൾ അത് പോലീസിന് കൊടുക്കണം. ഉണ്ട്. നിങ്ങൾ എന്നെക്കാളും മുമ്പ് നിങ്ങൾക്ക് കോപ്പി കിട്ടിയിട്ടില്ലേ? യു ഗോ ത്രൂ ഇറ്റ്. ഇല്ലില്ല, ഒരു പാർട്ടി പരിപാടിയിലും ഔദ്യോഗികമായിട്ടൊരു പാർട്ടി പരിപാടിയിലും പങ്കെടുത്തിട്ടില്ല. MLA-മാരുടെ ഒരു യോഗത്തിലോ KPCC യോഗത്തിലോ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പരിപാടിയിലും പങ്കെടുത്തിട്ടില്ല. പാർട്ടിയുടെ ഒരു പരിപാടിയിലും. ശരി, താങ്ക് യു.